വേറൊരു ടേക്ക് ഉണ്ടല്ലോ, അതായത് ജയിൽ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ശവം കുഴിച്ചിടാനൊക്കെ സിനിമ ഇൻഫ്ലുവൻസ് ആവുന്നു, അങ്ങനത്തെ ഒരു ഏരിയ, അങ്ങനത്തെ സ്റ്റോക്സ് ഒക്കെ പറയുന്നുണ്ട്. ആ സാധ്യത അതിന്റെ അവിടെ നിൽക്കും. അപ്പോൾ ഇൻഫ്ലുവൻസിന്റെ കേസിൽ I think people should watch it. നമ്മൾ അങ്ങനെ ഇപ്പോഴേ ഇരുന്ന് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെയല്ല. ഇതൊരു നല്ല സിനിമയാണ്, ഒരു ത്രില്ലറാണ്, ഡ്രാമയുണ്ട് അത്യാവശ്യം പടത്തിൽ, നല്ലൊരു എന്താ പറയുക, നല്ല കാസ്റ്റാണ്. അപ്പോൾ ഐ തിങ്ക് പീപ്പിൾ വിൽ ബി എൻ്റർടൈൻഡ്. ഒരു സാറ്റിസ്ഫൈഡ് സിറ്റുവേഷനിലായിരിക്കും എല്ലാവരും ഇറങ്ങുന്നത്. ഇത്തിരി എന്താ പറയുക, ഏതെങ്കിലും രീതിയിൽ തൊടാൻ പറ്റുമെന്നാണ് എനിക്ക് ഈ പടത്തിന് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഹണിബിക്ക് ഇറങ്ങിയ സമയത്ത് സിയാദ് ഇട്ടിരുന്ന കോസ്റ്റ്യൂംസ് ഇമിറ്റേറ്റ് ചെയ്യാൻ കുറെ ആളുകൾ നോക്കിയിട്ടുണ്ട്. ഏതെങ്കിലും പോയിന്റിൽ അതൊക്കെ ഇൻഫ്ലുവൻസ് തന്നെയാണ് സിനിമയൊക്കെ. സിനിമയിൽ ഉണ്ടാവുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന വയലൻസ്, അത് യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യണു. അതിൽ എത്രമാത്രം ഒരു സത്യമുണ്ട്? നല്ല കാര്യങ്ങളല്ലേ ഇൻഫ്ലുവൻസ് ആയിട്ട് എടുക്കേണ്ടത്. മറ്റേത് എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ നമ്മൾ. അത് എന്താ പറയുക, ഇൻഫ്ലുവൻസ് അല്ല, അതൊരു പരിപാടി കണ്ടിട്ട് നമ്മൾ അതിന്റെ തലയിൽ വെക്കണം. നമ്മളിത് ചൂസിങ് ടു കീപ് ഇറ്റ് ഓൺ, സിനിമയുടെ തലയിൽ വെക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് എനിക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് നമ്മുടെ ചുറ്റുവട്ടത്ത് വളരെ അലമ്പായിട്ടുള്ള സിനിമയിലും സ്ട്രേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുള്ളതാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇല്ലാത്തൊരു ബോക്സിനകത്ത് നിന്ന് വെറുതെ ആൾക്കാരെ നിർത്തി ഷൂട്ട് ചെയ്തുണ്ടാക്കുന്ന സിനിമേനെ ഇത് കണ്ടിട്ടാണ് ആൾക്കാർ ചീത്തയാണെന്ന് പറയുന്നത്. അത് അങ്ങനെയൊന്നും ആൾക്കാർ വിശ്വസിക്കുന്നില്ലെന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ അത്യാവശ്യം സെൻസിബിളാണ്. ഐ ഡോണ്ട് റിയലി ബിലീവ് ഓക്കെ ആ സിനിമ കണ്ടിട്ടാണ് അവരിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ നോ. ചെറിയ കുട്ടികൾക്ക് കാണിക്കാൻ പാടില്ലാത്ത വയലൻസും അതിൻ്റെയൊക്കെ റൂൾസും ഇതൊക്കെ ഉണ്ട് ഇവിടെ. അതിന് സർട്ടിഫിക്കറ്റ്, യു സർട്ടിഫിക്കേഷൻ, എ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളതാണ്. അങ്ങനത്തെ പടങ്ങളാണെല്ലാം ഇറങ്ങുന്നത്. നമ്മൾ ഇത് കാണുന്ന ഇൻ്റർനെറ്റിലെ എല്ലായിടത്തും അതുപോലെ തന്നെയാണ്, എല്ലാ ഡിവിഷൻസും ഉള്ളത്. അതൊക്കെ ഓൾറെഡി നല്ല ഡിവിഷനിൽ നടക്കുന്നുണ്ട് കാര്യങ്ങൾ. ആൾക്കാർ അത്യാവശ്യം ഡിസൈൻമെൻറ്റിലാണ് കാണുന്നത്. ഒരു ഡയറക്റ്റ് കോറിലേഷൻ എന്താ പറയുക, ഇൻസ്പിറേഷൻ്റെ ഭാഗമായിട്ട് മാത്രമാണല്ലോ. ഐ ഡോണ്ട് റിയലി തിങ്ക് ഇത് കണ്ടിട്ട് അങ്ങനെ അത് ആർക്കും ചെയ്യാം. അത് എന്താ പറയുക, ഏതൊരു മനുഷ്യനും ചെയ്യാം. അതിൻ്റെ നല്ലത് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഒരു സിനിമയിൽ, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഐ ഡോണ്ട് റിയലി തിങ്ക് മറ്റേ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വെറുതെ അൺനെസസറി ആകട്ടെ. സിനിമ കണ്ടിട്ടാണ് മച്ചാന ചെയ്തത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, അങ്ങനെ വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കട്ടെ. സിനിമ വിൽ ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ്, പക്ഷെ അത് നല്ല ഇൻഫ്ലുവൻസ് മാത്രം നോക്കിയാൽ പോരെ. നമുക്ക് എല്ലാവർക്കും വി യൂസ് അവർ കോമൺ സെൻസ് ഡേ ബൈ ഡേ. ഇത് സിനിമയും കൂടിയാണ്, സിനിമയാണ്. സിനിമ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉള്ള പൈസ കൊടുത്തിട്ട് ഇല്ലാത്തൊരു സാധനം അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് കാണാനല്ല ആൾക്കാർ, അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. ഈ ജോ പല വിധത്തിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് എനിക്കിതാണ് വേണ്ടത്, ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതാണ് സീൻ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു, അങ്ങനെ നമുക്ക് ഫ്രീഡം തരുന്ന ആളുകളുണ്ട്. അങ്ങനല്ല ഒരിക്കലും അങ്ങനല്ല, അരികുകൾ പറഞ്ഞിട്ട് എന്ത് വിളിച്ചത്. ജോ ഇതിലെവിടെ വരും? ജോ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർ അല്ലേ, അപ്പം ഹീ ക്ലിയർലി നോസ് വാട്ട് ഹി വാണ്ട്സ്. ഓക്കെ, അങ്ങനെ. പക്ഷെ നമുക്ക് ഇതാണ് ക്യാരക്ടർ, ഇതാണ് സീൻ, അപ്പം ജോനൊരു എക്സ്പെക്ടേഷൻ, ഒരു ലിമിറ്റ് ഇതുണ്ടാവും. അപ്പം നമ്മൾ ആസ് എൻ ആക്ടർ വാട്ട് ബെസ്റ്റ് വി ക്യാൻ ഗിവ് അത് നമുക്ക് ചെയ്യാം. ജോൻ്റെ അടുത്ത് ആക്ച്വലി ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യാമോ ജോ ഇങ്ങനെ, കാരണം എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഊമയാവുമ്പം കുറച്ചധികം എക്സ്പ്രസ് ചെയ്യും സംടൈംസ്. സോ അതല്ലാണ്ട് സട്ടിൽ മീറ്ററും ഉണ്ട്. സം പീപ്പിൾ ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ. അപ്പം അങ്ങനെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചാൽ ഹിൽ ബി വെരി ഫ്രീ ടു വെരി ഓപ്പൺ ടു അവർ സജഷൻസ് ഓൾസോ. ബ്രോ ഒക്കെ തുടങ്ങുന്ന ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ തുടങ്ങുന്ന സമയത്ത് ഇവിടെ അതിന് വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ആളുകൾ പതുക്കെ അറിഞ്ഞു വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് മലയാളത്തിൽ കുറേ, ഇപ്പം നമുക്ക് ഡാപ്സി ഉണ്ട്, നമുക്ക് വേണ്ടനുണ്ട്, നമുക്ക് ബേബീജനുണ്ട്, വേറെ തന്നെ ഒരു കൾച്ചറും വേറെ തന്നെ ഒരു ആസ്വാദന നിലവാരം ആളുകൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ മാറ്റിയ ഒരു കാര്യം, അത് ശ്രീനാഥ് ബാസി ആസ് എൻ ആർട്ടിസ്റ്റ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടോ, കാണുന്നുണ്ടോ? എൻ്റെ ഇൻസ്പിറേഷൻ അവരെല്ലാവരും, അവർ കാരണം ഞാൻ പാട്ടുണ്ടാക്കി തുടങ്ങി, അവരെല്ലാവരും കാരണം. സോ അത് ഭയങ്കര സത്യമാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ കാര്യമാണ്. പിള്ളേർ സംസാരിക്കുകയാണ് കാര്യങ്ങൾ, അത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ അതിനെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ചെയ്യാൻ അത് എൻ്റെ ഇൻസ്പിറേഷൻ അവരാണ്. എനിക്ക് ഓക്കെ, എനിക്ക് മലയാളം എഴുതാൻ പാടാം, എനിക്കതൊരു വെൻറ്റാണ് ബേസിക്കലി. ഭയങ്കര രസമാണ് ഇത് എന്താ പറയുക, ആൾക്കാർക്ക് എന്താ പറയുക, ഒരു ആർട്ടിലൂടെ കുറേ കാര്യങ്ങൾ നടക്കും, എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ
അങ്ങനത്തെ ഒരു മീഡിയത്തിന് നമ്മളെപ്പോഴും എസ്പെഷ്യലി യുവതലമുറനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം നമ്മുടെ നാട് ചെയ്യേണ്ടത്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കൊളാബറേഷൻ ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? Of course. ഇപ്പൊ വേടൻ അങ്ങനെ കൊളാബറേറ്റ് ചെയ്യാൻ Why not? For sure. Why not? അടിപൊളിയായിരിക്കും. അവൻ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു ചേട്ടാ ഒരു സാധനം ചെയ്യാന്ന്. സോ വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ഇപ്പം അദ്ദേഹത്തിന്റെ തന്നെ ഇപ്പം ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഈ വോയിസ്ലെസ് എന്ന് പറയുന്നത്. അത് പറയാനും അതിന്റെ വരികൾ പറയാനൊക്കെ ഒരു ധൈര്യം വേണമല്ലോ. അത് ഇന്ത്യ പോലത്തെ ഒരു സ്റ്റേറ്റിൽ ആ സിറ്റുവേഷൻസ് പറയാൻ വേണ്ടിയിട്ട്. അത് ആദ്യം കേട്ടപ്പോൾ ശരിക്കും നമുക്ക് എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റണം, അത് ഏറ്റവും ആസ്വാദികരായിട്ട് അത് അത്ര ബാങ്ക് ഓൺ ആയിട്ട് സംസാരിക്കുന്നത്, അത് എത്രമാത്രം ഇൻസ്പയറിംഗ് ആയിരുന്നു ആസ് എ മ്യൂസീഷ്യൻ? ആ സമയത്ത് ഇവൻ്റെ വോയിസ്ലെസ് ഇറങ്ങിയ ടൈമിലാണ് നമ്മൾ പറ എന്ന ഫെസ്റ്റിവൽ ആഷിഖേറിൻ്റെ കൂടെ ഷേഖർ ഞാനെ കൂടെ ക്യൂറേറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത്. അപ്പോൾ വേടനെ വിളിച്ചായിരുന്നു, വേടൻ വന്ന് പെർഫോം ചെയ്തായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരെയും ഒരു സ്പേസിൽ എന്താ പറയുക വന്ന് അവരെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്നത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് അതിനകത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര അടുത്ത് കാണാൻ പറ്റി സീനിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിങ്. അതിനുശേഷം ഞാൻ മ്യൂസിക് ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ എന്താ പറയുക ഇവരുടെ ഇപ്പോൾ എസ്പെഷ്യലി വേടൻ്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും അവൻ്റെ വോയിസ്ലെസ്സും വാട്ട് എവർ ഹി സ്റ്റാൻഡ്സ് ഫോർ ഇൻ ഹിസ് മ്യൂസിക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ എന്താ പറയുക അതായിട്ട് കണ്ടിട്ട് അതിൻ്റെ വാല്യൂ കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ കോഴിപ്പങ്കിനകത്ത് തന്നെ ഭയങ്കര രസമായിട്ട് പൊളിറ്റിക്സ് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് വേടന്റെ വരികളിലും ഉണ്ടല്ലോ അത്. ഇപ്പൊ വാളെടുത്തവന്റെ കയ്യിലാണ് നാടുവാദി, വാക്കെടുത്തവൻ ദേശദ്രോഹി ജാതിവാദി എന്ന് പറയുന്നതിനകത്ത് നല്ല രസമുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കിടിലൻ ബന്ധുവാണ്. അങ്ങനെ ഒരു ഡിസ്കഷൻ ബാസി വേടൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം മീറ്റ് ചെയ്തപ്പോഴേക്കും വേടൻ ഇതുപോലൊരു പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോ വിൽ പ്രോബ്ലി തിങ്ക് അബൌട്ട് ഇറ്റ്. എന്തെങ്കിലും ചെറിയ സാധനം ചെയ്യാം പതിയെ. ഓടി ആസാദിയിലെ ഒരു 1 night 1 mission 1 birth അങ്ങനെ ഒരു വേർഡ്സ് ഉണ്ടല്ലോ, ഒരു രാത്രിയിൽ നടക്കുന്ന കഥകൾ. അത് നമ്മുടെ മലയാളത്തിലൊരു അങ്ങനത്തെ വന്നിട്ട് സിനിമകളൊക്കെ ഒരുവിധമൊക്കെ വിജയമായിട്ടുണ്ട്. ഇപ്പം സപ്തമശ്രീ തസ്കരയിലുണ്ട് ഈ ഒരു രാത്രി പരിപാടി, സ്വാതന്ത്ര്യഭാരത രാത്രിയിലുണ്ട്. അത് ജയിൽ ബ്രേക്ക് തന്നെയാണ്. അതുണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ജോഷ് ഉണ്ടല്ലോ, അടുത്ത സീൻ എന്താ ആ മീറ്റർ ആസാദി കീപ്പ് ചെയ്യില്ലേ? 100% ഭയങ്കര ഗ്രിപ്പിംഗ് ആണ് ഫിലിം മൊത്തം. അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ത്രൂ ഔട്ട് അങ്ങനെ ഒരു 2 hours or how many hour hours it is like അത്ര നമ്മൾ ഫീൽ ചെയ്യില്ല. ലൈക്ക് പെട്ടെന്നായിരിക്കും എല്ലാം തീരുന്നത്. സോ ഇറ്റ് വിൽ ബി വെരി നൈസ്, ഇറ്റ് വിൽ ബി വെരി ഗ്രിപ്പിംഗ്. ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ശ്രീനാഥ് ബാസിയെ നിഷേധിക്കാനാവില്ല. അതാണ് ശ്രീനാഥ് ബാസി എന്നുള്ള ആർട്ടിസ്റ്റിനോട് നമുക്കൊക്കെ ഉള്ള ബന്ധം. യു ആർ ട്രൂലി ടാലന്റഡ്. താങ്ക് യു ബ്രോ. അപ്പോൾ ഇനി സിനിമകളായിട്ട് വരിക, ഇനി തെരഞ്ഞെടുപ്പുകൾ തുടരുക. ഒരുപാട് നന്ദി സംസാരിക്കാൻ. താങ്ക് യു.